ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടന്മാരെയും അമ്മേനെയൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടന്മാർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് ഓണത്തിന് മുമ്പ് വിശേഷം നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളുമാണ്. അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴേക്കും നമ്മുടെ ചേട്ടായിക്ക് സങ്കടം കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ അവിടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് സങ്കടമായിട്ട് അമ്മാമതയെ ഓണക്കൂടി നേരത്തെ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തോപ്പുംപടിയിലുള്ള മമ്മാസിലാണ് കയറിയത്. നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ഓണത്തിൻ്റെതായ ഒരു ഓഫറും ഇല്ല. ഈ കാണുന്ന ഡ്രസ്സുകൾ, ഈ എടുത്തിട്ട് നോക്കുന്ന ഡ്രസ്സുകൾ 3000-4000 രൂപ റേഞ്ചിലുള്ള ഡ്രസ്സാണ്. ഈ വഴി കൂടി പോയപ്പോഴേക്കും അമ്മതേ ചൂടല്ലേ, നാരങ്ങ വെള്ളം വീട്ടിൽ പോയി കറക്കി കുടിക്കാന്നൊക്കെ പറഞ്ഞ് നാരങ്ങ വാങ്ങുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങളിത് നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത കടയിലോട്ട് കയറി. അവിടെയും നോക്കിയപ്പോൾ ഇവൻ്റെ സൈസ് ഇല്ല കേട്ടോ. ഞങ്ങളൊരു 5-6 കടയിൽ നമ്മുടെ ഡാവിക്കുട്ടനെ നോക്കി വെച്ചേക്കുന്ന മോഡൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ പണിപ്പെട്ട് നമ്മുടെ ഓണാശംസകൾ എഴുതി വെക്കുന്ന നമ്മുടെ സിത്താരയില തോപ്പുംപടിയിലെ കടയിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോഴും നമുക്ക് റേഞ്ചൊക്കെ ഒരു 2000 മേളിലായിരിക്കും. പിള്ളേരുടെ ഡ്രസ്സിന് എന്തായാലും വിലയായിരിക്കുമല്ലോ എന്നും പറഞ്ഞ് കയറിയതാണേ. പക്ഷേ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഓഫറും നല്ല കളക്ഷനും ഇവർ ഫുള്ള് റെനോവേറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് വരുന്നത് ഈ ഫ്ലോറൊക്കെ ഇങ്ങനെയല്ലായിരുന്നു, മുഴുവൻ റെനോവേറ്റ് ചെയ്തു. പുതിയ തരം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി വന്ന ഐഡിയ നമുക്ക് കിട്ടിയില്ല. സെറ്റ് ഡ്രസ്സ് നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ സൈസ് എത്താത്തത് കാരണം നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ചൂസ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഡാവിക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ നിങ്ങൾക്ക് കാണാം അവൻ ഏത് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തത് എന്നൊക്കെ കേട്ടോ. ഈ ഇരിക്കുന്ന പാവേനൊക്കെ ഉണ്ടോ, എന്ത് ക്യൂട്ടായിട്ടിരിക്കുന്നല്ലേ. എനിക്ക് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി കാണിച്ചു തന്നാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പാവേനെ. അപ്പോൾ ഞങ്ങൾ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കി ഇടിയിക്കുന്നതാണ്. നമ്മുടെ ഡാവിക്കുട്ടൻ ഈ ഒരു 5-6 കടയിൽ കയറി ഇറങ്ങിയത് കാരണം ആൾക്ക് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അവന് വിശപ്പും പാൽ കുടിക്കാനും ഒക്കെ ഭയങ്കര ഇതായിരുന്നേ. അപ്പോൾ ഇവിടെ കിടന്ന് ഇപ്പോഴും ഒച്ചയെടുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടൻ. അതേപോലെ തന്നെയായിരുന്നു കടയിൽ പോയിട്ട് ഭയങ്കര ബഹളവും, അവൻ ഓടി നടക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അതിന് കൂട്ട് നിൽക്കുമ്പോൾ മൊത്തത്തിൽ മേളമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അവിടെ എന്തോ ഒരു ഫോട്ടോഷൂട്ടും ഓണത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കിടക്കുകയായിരുന്നേ. എൻ്റെ മുമ്പിലേക്ക് ഒരു പെങ്കൊച്ച് വേഗം കൊണ്ടുവന്ന് മൈക്കും ക്യാമറയും കൊണ്ട് പിടിച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയേ. ഈ വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെതായ ഒരു ഭാവങ്ങളും എനിക്ക് അവരുടെ പറയാനോ എടുക്കാനൊന്നും പറ്റില്ല. സഡൻലി ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെതായ കളക്ഷൻസും കാര്യങ്ങളൊക്കെ സിത്താരയെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ സാരികളും കാര്യങ്ങളൊക്കെ എനിക്ക് ഏതൊക്കെ പിക്ക് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിട്ട് പോയി കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ, ബൊമ്മക്കുട്ടികൾ നല്ല അടിപ്പനായിട്ടാണ് സാരി എടുത്തിരിക്കുന്നത്. ഓരോ കളർ ചേഞ്ചാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിന് ഇറങ്ങുമ്പോൾ അവർക്കാണ്, ഈ കടയിലെ ആളുകൾക്കാണ് ഓണമെന്ന് തോന്നിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തു. നമ്മുടെ ഡാവിക്കുട്ടന് മാത്രമേ എടുത്തുള്ളേ. ജോക്കുട്ടൻ ചേട്ടായിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായി വീട്ടിലേക്ക് വരത്തില്ല. ചേട്ടായിക്ക് ഒരു സാധനം എടുക്കാണ്ട് ചേട്ടായി വീട്ടിലേക്ക് വരാതെ അവസാനം ഞങ്ങളിതേ ഷൂ നോക്കാൻ, നമ്മുടെ ഡാവിക്കുട്ടൻ ഒരു ഷൂ നമ്മൾ പിക്ക് ചെയ്തായിരുന്നേ. അപ്പോൾ എല്ലാ സാധനവും അവന് വാങ്ങിച്ചു കൊടുക്കുകയാണ് മമ്മി. അവൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് ഓണത്തിന് എനിക്ക് അമ്മാമ്മ വന്നതല്ലേ, അമ്മാമ്മ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നൈസിന് സ്കൂട്ടി ചെയ്ത് ആളിതേ ചെരുപ്പ് കടയിൽ ഞങ്ങളെ കയറ്റിയേ. അവിടെയും നമ്മുടെ ഡാവിക്കുട്ടൻ വില്ലത്തരമാണ് കേട്ടോ. അവിടെ കിടന്ന സ്റ്റൂളെല്ലാം നീക്കി അവനതിങ്ങനെ ഉരുട്ടണം. അത് എവിടെയെങ്കിലും പോയി ഒന്ന് സ്റ്റക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ തനി സ്വഭാവം. അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം. അവിടുത്തെ പിള്ളേരൊക്കെ. ഇത് നമ്മുടെ സിത്താരയുടെ സൈഡിലുള്ള മാർസ് എന്ന് പറഞ്ഞൊരു ഷൂ കടയും ചെരുപ്പിൻ്റെയൊക്കെ ഒരു ഷോറൂമാണ്. ഇവിടെയും സർവീസ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത സമയമേ പോയത് അറിഞ്ഞില്ല. കാരണം അവിടുത്തെ പിള്ളേരും ആയിരിക്കുന്ന ചേട്ടനെ കണ്ടോ, പുള്ളി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഭയങ്കര കമ്പനിയായിരുന്നു. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ സൂട്ട് അനുസരിച്ച് കുറേ ഇവന് സൈസിൻ്റെ കാര്യങ്ങളും പിന്നെ കുറേ കളക്ഷൻസൊക്കെ പുതിയത് ഓണത്തിൻ്റെതായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. ഡാവിക്കുട്ടൻ ഇരിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡാവിക്കുട്ടൻ ഇതിങ്ങനെ ഉന്തി നടക്കുന്ന പരിപാടിയാണ്. അവിടെ നിൽക്കുന്ന പയ്യന്മാരൊക്കെ ഇവൻ്റെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് എടുത്തത്. ഈ പയ്യനാണ് കേട്ടോ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നെ. ഈ സ്റ്റെയർ ഇറങ്ങുന്നതിൻ്റെ ആ മിറർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്തെന്നില്ലാത്തൊരു ഭംഗി തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2-3 വീഡിയോയും കാര്യങ്ങളൊക്കെ എൻ്റെ അൽക്കുലത്തെ പരിപാടിയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ ഇറങ്ങുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് റീലൊക്കെ എടുക്കാൻ മമ്മി എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ എൻ്റെ ഡാഡി പിണക്കിച്ച് ഇറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്.
അപ്പം ഞങ്ങൾ അവിടെ നിന്നും ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നത്തെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഷോർട്സ് വീഡിയോ ആയതുകൊണ്ട് തീർന്നു എന്ന് തോന്നും കേട്ടോ, പെട്ടെന്ന് തന്നെ. പക്ഷേ ഇതൊരൊറ്റ ദിവസത്തെ പരിപാടിയായിരുന്നു. എൻ്റെ തലയിൽ കൂടി പുകയൊക്കെ പോയി. കാരണം ഈ വെയിലും നമ്മുടെ ഡാവിക്കുട്ടൻ്റെ കരച്ചിലും ഒക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ തോപ്പുംപടിയിലെ സിത്താര. അതിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന ആ കടയിലാണ് നമ്മൾ കയറിയത്. നല്ല സർവീസും അത്യാവശ്യം വിലക്കുറവും നമുക്ക് ഡിസ്കൗണ്ടും ഒക്കെ ചെയ്തു കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് നിങ്ങൾ കാണുന്നത്. കാരണം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി നമുക്കിന്ന് ഒരു സ്ഥലം വരെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകണം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വരുന്ന വീഡിയോയിൽ അറിയാൻ പറ്റും എവിടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഡാവിക്കുട്ടനെ ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവന്മാർക്ക് നമ്മുടെ ഡാവിക്കുട്ടന് ഷൂവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബർത്ത്ഡേയുടെ ആണ് കേട്ടോ അവൻ എടുത്തത്, ഓണത്തിൻ്റെ അല്ല. അപ്പോൾ അത് നമ്മുടെ ചേട്ടായിക്ക് അമ്മാമ്മ ബർത്ത്ഡേ അല്ല കേട്ടോ, മാറിപ്പോന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ ക്ഷമിച്ചേക്കണേ. അപ്പോൾ ചേട്ടായിയുടെ ഓണത്തിനുള്ള ഡ്രസ്സ് അമ്മാമ്മ എടുത്തു കൊടുത്തു. അപ്പോൾ അത് എടുത്തു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അത് കിട്ടാതെ ആയപ്പോൾ നമ്മൾ വേറെ കടയിലേക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ അമ്മാമ്മയുടെ അങ്ങ് ഏൽപ്പിച്ചിട്ട് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളിപ്പോൾ നോക്കും കേട്ടോ, നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഫ്രണ്ടിലിരിക്കുന്ന ആളായിരുന്നേ. ഇപ്പോൾ ഡാഡിക്ക് ജോക്കുട്ടൻ ചേട്ടായിയുടെ തല കാരണം കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അത് കാരണം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ നടുക്ക് പിടിച്ചിരുത്തിയൊക്കെയാണ് സാൻഡ്വിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളിടയിലിരുന്ന്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ നമ്മുടെ തോപ്പുംപടി പാലത്തിൻ്റെ ഇറക്കിലാണ് കേട്ടോ ഇപ്പോൾ സ്റ്റുഡിയോ വന്നേക്കുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർ ആരുടെയെങ്കിലും അറിവിലേക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു. സ്റ്റുഡിയോയിലും ഞാൻ പ്രതീക്ഷിച്ചു കളക്ഷനൊന്നും ഉണ്ടാവില്ല, ഇവിടുന്ന് നമ്മൾ തൂത്തേവാല ഇറങ്ങി പോകണം എന്നൊക്കെ കരുതിയാണ് കേട്ടോ കയറിയത്. പക്ഷേ കുറേ ചേഞ്ചസ് അത്യാവശ്യം മെൻസിനും വുമൺസിനും എനിക്ക് അത്ര തോന്നിയില്ല. കുർത്തിയും അങ്ങനത്തെ ടോപ്പും കാര്യങ്ങളും പിന്നെ വെസ്റ്റേൺ വെയറൊക്കെ അങ്ങനെയൊക്കെയാണ് തോന്നി കേട്ടോ. കോട്ട് സെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ കിഡ്സിന് നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റെ ഏജിലുള്ള പിള്ളേർക്കുള്ള ഒരു 8 to 9, 10 to 11, 30 ആ ഒരു ഏജിലൊക്കെ ഉള്ള സൈസും കളക്ഷനും ഒത്തിരി ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. കാരണം ഈ വെയിലത്തിന് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെയും കൊണ്ട് വണ്ടി കൊണ്ട് കറങ്ങണ്ടേന്ന് ഓർത്തു. ഇത് പട്ടേന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റിനുള്ളിൽ കാര്യം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിവിടെ പുറത്തു നിന്ന് വീഡിയോ പിടിക്കുന്നത് നമ്മുടെ ചേട്ടായി ഡ്രസ്സ് ഇടുന്നൊന്നും കാണാൻ പറ്റാത്തത് ഈ പയ്യൻ എന്നെ അകത്തോട്ട് കയറ്റി വിട്ടില്ല കേട്ടോ. കാരണം അവൻ പറഞ്ഞു, ചേച്ചി മെൻസിൻ്റെ ട്രയൽ റൂമിൽ മോളിലൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ ആ ആൾക്കുലത്തെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഓടി അങ്ങ് കയറി. നമ്മൾ കുഞ്ഞിനല്ലേ ഡ്രസ്സ് ഇടുന്നതെന്നുള്ള രീതിയിൽ വെച്ചിട്ട് അങ്ങ് ഓടി കയറിയതാണേ. പക്ഷെ അവൻ എന്നെ പിടിച്ചങ്ങ് നൈസിനങ്ങ് പുറത്താക്കി കേട്ടോ. നല്ല സ്നേഹമായിട്ടാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ എന്നാലും അതെന്താ കുഞ്ഞിനെ ഇടാൻ നമുക്ക് കയറിക്കൂടെ എന്ന് തോന്നിപ്പോയി. അല്ലെങ്കിൽ കിഡ്സിനായിട്ടൊരു സെപ്പറേറ്റ് റൂം വെക്കണമെന്നൊക്കെ തോന്നിപ്പോയി കേട്ടോ. കാരണം അമ്മമാർക്കല്ലേ കുഞ്ഞുങ്ങളുടെ കയറാനും എടുക്കാനും പറ്റും. ഈ ആമക്കളുള്ള അമ്മമാർ എന്ത് ചെയ്യും മുകളിൽ വന്നു കഴിഞ്ഞാൽ? അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ ഇച്ചിരി നേരം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കറങ്ങി നടന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഡാഡി എന്നെ ഇങ്ങനെ നൈസിന് വലിച്ചുകൊണ്ട് പോകും കേട്ടോ. നമ്മൾ കഴിഞ്ഞ കാര്യം തീർന്നു, പോവാന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും ഇടിക്കില്ലെങ്കിൽ പോലും ഞാൻ ഡാഡി എടുത്ത് പറയും, നമ്മൾ നോക്കുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ ഡാഡി എന്നും പറഞ്ഞ് ഓരോ സാധനങ്ങളിങ്ങനെ ഓരോന്ന് ട്രെൻഡ് വൈസ് നോക്കി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എൻ്റെ ഒപ്പം തന്നെ ഒപ്പം പിടിക്കുകയാണ് നമ്മുടെ ഡാഡിയുടെ സെക്ഷനായപ്പോൾ ഡാഡി കയറുന്നുണ്ടോ. ഡാഡി പെർഫ്യൂമിൻ്റെ ആളാണ് കേട്ടോ. എവിടെ പെർഫ്യൂം കണ്ടാലും എന്തെങ്കിലും പുതിയ വെറൈറ്റി കണ്ടു കഴിഞ്ഞാൽ ഡാഡിക്ക് അതെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് അതിൻ്റെ ഒരു വരക്കം കുറഞ്ഞിരുന്നേച്ചാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പിന്നെയും കയറിയിട്ടുണ്ട്. ഇവിടം കൊണ്ട് നമ്മുടെ ഓണത്തിൻ്റെ സെലിബ്രേഷനോ അല്ലെങ്കിൽ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും കഴിയുന്നില്ല കേട്ടോ. ഇനി തുടർന്നുള്ള വീഡിയോസിൽ നമ്മുടെ ബർത്ത്ഡേയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചേട്ടായി ഇതേ സ്പ്രേ ഒക്കെ നൈസിനടിച്ച് മമ്മി മണം ഉണ്ടെന്നൊക്കെ നോക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ കുഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവൻ്റെ സൈസിലുള്ള ഡ്രസ്സും അവന് ഒരു ഷർട്ടും 2 ടീഷർട്ടൊക്കെ എടുത്തു, ഒരു പാൻറ്റ് എടുത്തു. അങ്ങനെ അവൻ സെറ്റ് ചെയ്ത് ഞങ്ങളിത് ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും